എനിക്ക് ഈ തയ്യൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തയ്യൽ പഠിക്കാൻ പോയി, 2 മാസം തയ്യൽ പഠിക്കാൻ പോയി. അതിനുശേഷം പിന്നെ അങ്ങനെ തയ്ക്കൊന്നും ഇല്ലായിരുന്നു. വീട്ടിലെ എൻ്റെ ഡ്രസ്സ്, ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് തയ്ച്ചിരുന്നത്. പിന്നെ നമ്മുടെ ഒരു ഏർണിങ്സ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ടൈം എത്തിയപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ തയ്യൽ അറിയാവുന്നത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഡ്രസ്സുകൾ തയ്ക്കണോണ്ട് തന്നെ എന്തെങ്കിലും കൂടെ അതിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ചെയ്യാം. നമുക്ക് എല്ലാവരുടെയും ഉള്ളതുപോലെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഒരു പുതുമ ഇല്ലാതായിരിക്കില്ലേ. നമ്മളിങ്ങനെ അവിടെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒന്നുമില്ല, നമുക്ക് പുറത്ത് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ സ്വന്തം ഡ്രസ്സിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ, നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഡ്രസ്സുകളും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട്, ഞാൻ വീട്ടിൽ പറയൂല. എനിക്കൊരു അനിയനാണുള്ളത്. അവൻ എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും വേണം. അവൻ വീട്ടിൽ പറയും, അതെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കൂല. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ എന്തെങ്കിലും എനിക്ക് ജോലി കിട്ടുമ്പോൾ വാങ്ങാം എന്നൊരു തോട്ടിലാണ് ഞാൻ. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം എന്തോ ചെയ്യാൻ തോന്നി. അത് പഠിച്ചതുകൊണ്ട് എനിക്ക് നല്ല നേട്ടം ഉണ്ടായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഒരുപാട് സാധനങ്ങൾ. എനിക്കിത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ് വേണ്ടത്. പ്രാക്ടീസ് നമ്മൾ എത്രത്തോളം, ഈ ഒരേ ഒരു ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ച് മാത്രമാണ് നമ്മൾ ആരി വർക്കിൽ പഠിക്കേണ്ടത്. ആ ഒരു സ്റ്റിച്ച് വെച്ച് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റിച്ചാണ് നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോയി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വെക്കേഷൻ സമയത്തൊക്കെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു 20 ദിവസം, മാക്സിമം ഒരു 20 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂറൊക്കെ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആദ്യം തന്നെ ഞാൻ പുറത്ത് തയ്ച്ചു കൊടുത്ത് പൈസ വാങ്ങാനല്ല ചെയ്തത്. എനിക്ക് സ്വന്തമായിട്ട് കുറച്ചായിട്ടൊക്കെ വർക്ക് ചെയ്ത് ഇട്ട ഡ്രസ്സുകൾ ആൾക്കാർ കാണുമ്പോൾ ചോദിക്കും. ഇപ്പോൾ ബന്ധുക്കളാണെങ്കിലും കസിൻസ് ആണെങ്കിലും എവിടെയൊക്കെ പോകുമ്പോൾ ആര് ചെയ്തത്, അങ്ങനെ ചോദിച്ച് അവർക്ക് ചെയ്തു കൊടുത്ത് ഇപ്പോൾ അത്യാവശ്യം ഞാൻ ഏറ്റവും മാക്സിമം ഞാൻ ചെയ്തു കൊടുത്ത് ഞാൻ വലിയ എമൗണ്ട് ഏൺ ചെയ്ത ഒരു ബ്ലൗസിന് ഞാൻ 10,000 രൂപയാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എമൗണ്ടാണ്. എനിക്ക് അതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ വീട്ടിലൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയനൊക്കെ വില നോക്കാതെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനും വില നോക്കാതെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനും, എനിക്ക് വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി. അതാണ് എനിക്കിതിൽ ഉണ്ടായതിൽ ഏറ്റവും വലിയ നേട്ടം. അതാണ് ഈ ഒരു കാര്യം പഠിച്ചു എന്നതിൽ എനിക്ക് ഏറ്റവും വലിയ നേട്ടം ഉണ്ടായത്. എനിക്ക് അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അവർക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോഴൊന്നും എനിക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ഇങ്ങനെ കുത്തിയിട്ട് മുകളിലോട്ട് വലിക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റീലായിട്ട് വരുന്ന നീഡിലുകളുണ്ട്. ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവൂല, എങ്കിലും ഞാൻ കാണിച്ചു തരണയാണ്. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഈ നീഡിൽ ഓരോന്നും ഓരോ സൈസാണ്. അത് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചെറിയ വേരിയേഷൻസ് വരുന്ന സൈസുകളാണ്. ഇതിൻ്റെ അറ്റം, ഈ ബാക്ക് ഭാഗം നല്ല കട്ടിയുള്ളതാണെങ്കിലും ഇതിൻ്റെ അറ്റഭാഗം ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. ചെറിയ മുട്ടുകൾ ഇതിനകത്തൂടെ നമുക്ക് നൂല് വെച്ച് കോർത്തെടുക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യണം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന നൂല്. ഞാൻ എല്ലാം കൂടെ കെട്ടി വെച്ചേക്കണയാണ്. ഇതാണ് ചെറിയ ത്രെഡ് എന്നാണ് പറയുന്നത്. ഈ ആർട്ട് ഫോമിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു നീഡിലും ഈ ഒരു ത്രെഡുമാണ്. ഇതൊക്കെ നമുക്ക് ഭയങ്കര ചീപ്പ് റേറ്റ് കിട്ടുന്നതാണ്. ഈ ഒരു നീഡിലിന് 15 രൂപയാണ് ആവുന്നത്. ഈ നമ്മൾ സെറ്റായിട്ട് വാങ്ങി പിന്നെയും കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ ത്രെഡിനും അധികം വിലയൊന്നും വരില്ല. 8 രൂപയോ 9 രൂപയോ ഒന്നും ആവത്തുള്ളൂ. ഈ ത്രെഡ് വെച്ച് നമുക്ക് ഓരോ ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് നമുക്ക് ത്രെഡ് മാറ്റാം. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഗോൾഡൻ ത്രെഡാണ്. ത്രെഡ് അങ്ങനെ ഡ്രസ്സിന്റെ മുകളിലായിട്ട് വിസിബിൾ ആയിട്ട് കാണൂല, എങ്കിലും നമ്മൾ ഗോൾഡൻ ത്രെഡാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലുള്ള മുത്തുകളാണ് ഇതൊക്കെ വലിയ സൈസ് മുത്തുകളാണ്. ഇതുപോലുള്ള മുത്തുകളാണ് നമ്മൾ ഡ്രസ്സിൽ ചെയ്യുന്നത്. ഈ മുത്ത് തയ്ച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ ആരി വർക്ക് തന്നെ പഠിക്കണമെന്നില്ല ഡ്രസ്സിൽ മുത്ത് തയ്ച്ച് പിടിപ്പിക്കാൻ. സാധാരണ നമ്മൾ തയ്ക്കുന്ന കൈത്തൈയിൽ തയ്ക്കുന്ന സൂചിയുടെ ഭയങ്കര നേർത്ത സൂചിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് ചെറിയ സൂചിയാണ്. ഇതിനകത്തുള്ളത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയ സൂചിയാണ് ഇത്. നമ്മൾ സാധാരണയായിട്ട് കൈവച്ച് നമ്മൾ തുന്നൂലേ, ആ തുന്നുന്ന സൂചിയുടെ ഭയങ്കര നൈസായിട്ടുള്ള സൂചിയാണ്. ഈ സൂചി വെച്ചും നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും. ആരി വർക്ക് തന്നെ പഠിക്കണമെന്നില്ല. നോർമൽ ആയിട്ടുള്ള ഈ നീഡിൽ വെച്ച് സാധാരണ നമ്മൾ കീറിപ്പോയ തുണിയായിട്ട് കൈവച്ച് തുന്നൂലേ,
അതുപോലെ തന്നെ നമുക്ക് തുന്നാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കൂടുതൽ എൻ്റെ ഡ്രസ്സുകളിൽ ഈ നീഡിൽ വെച്ചാണ് ചെയ്യണത്. കാരണം ത്രൂ ഔട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നതായിരിക്കില്ല. ഒരു വർക്കിന്റെ പകുതി ചെയ്തിട്ട് പിന്നെ ബാക്കി പതി എപ്പോഴെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ വർക്ക് വന്നാൽ എനിക്ക് ഇതുപോലെ ഈ ഹൂപ്പില് ഇതാണ് എംബ്രോയിഡറി ഹൂപ്പ്. ഈ ഹൂപ്പിൽ നമ്മൾ ചെയ്യേണ്ട തുണി നല്ല ടൈറ്റായിട്ട് വലിച്ച് മുറുക്കി വെച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെറുതാണ്, ഇത് നമ്മൾ ആരി വർക്കിന് വേണ്ടി യൂസ് ചെയ്യൂല. ഇത് ചെറിയ സൈസ് നമുക്ക് പറ്റൂല. എനിക്ക് വലിയ സൈസ് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഇതിന്റെ വലിയ സൈസ് ഉണ്ട്. ഇതിന്റെ വലിയ സൈസ് ഇത് 10 ആണ്. ഇതിന്റെ സൈസ്, ഈ ഹൂപ്പിന്റെ സൈസ് 18 എന്ന് പറയുന്ന വലിയൊരു സൈസാണ്. ആ ഒരു സൈസിലുള്ളത് വെച്ചാണ് നമ്മൾ ആരി വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് നമ്മുടെ തുണി ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ നീഡിൽ വെച്ചാണ് ചെയ്യണം. ത്രെഡ് എപ്പോഴും ഈ ഹൂപ്പിന്റെ അടിയിലും നീഡിൽ എപ്പോഴും ഹൂപ്പിന്റെ മുകളിലും ആയിരിക്കും. അത് നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് വല്ലതും വേണമെന്നുള്ളവരാണെങ്കിൽ ഷെയർ ചെയ്ത് തരാം ഞാൻ. അതുപോലെ ഈ നീഡിൽ വെച്ച് നമുക്ക് ചെയ്യാം. ഞാൻ ചെയ്ത കുറച്ച് വർക്കുകൾ കാണിച്ചു തരാം. എൻ്റെ ഡ്രസ്സാണ്, ഇത് നോർമൽ നീഡിൽ വെച്ച് ചെയ്ത ഒരു വർക്കാണ്. നോർമൽ ആയിട്ടുള്ള നീഡിൽ വെച്ച് സാധാരണ ഈ നോർമൽ നീഡിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അകത്തിങ്ങനെ ഈ ത്രെഡ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത് പ്രശ്നമുള്ള കാര്യമല്ല. ഇങ്ങനെ ത്രെഡ് കാണാൻ പറ്റും. നമ്മൾ ആരി വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ ത്രെഡ് ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ ഉടുപ്പിന്റെ അകഭാഗത്തായിരിക്കും. അങ്ങനെ ഇതിപ്പോ ഞാൻ ആരി വർക്ക് ചെയ്തതാണ്. ഇത് 3 ദിവസം കൊണ്ട് ചെയ്തതാണ്. നമ്മൾ ത്രൂ ഔട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ചെയ്ത് തീർക്കാൻ പറ്റും. ഇത് ഒരുപാട് മുന്നേ ചെയ്തതാണ്. ഈ ഉടുപ്പിന്റെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. ആരി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും കല്യാണ ബ്ലൗസിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ്. കാരണം അവർക്ക് നല്ല എമൗണ്ട് അതിനുവേണ്ടി അവർ തരുകയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും മാക്സിമം അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തു കൊടുക്കണം. കല്യാണ ബ്ലൗസൊക്കെ വരും. നമ്മൾ ഇതൊരു ബിസിനസ് ആയിട്ട് കണക്കാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരി വർക്ക് എന്തായാലും പഠിച്ചിരിക്കണം. നമ്മുടെ സ്വന്തം ഡ്രസ്സിൽ ചെയ്ത് ഇടാനാണെങ്കിൽ ആരി വർക്ക് പഠിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് നോർമൽ നീഡിൽ വെച്ച് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് നാളെടുത്ത് ചെയ്തതാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഡ്രസ്സുകൾ ചെയ്യാൻ എനിക്ക് ഇച്ചിരി മടിയാണ്. അപ്പം അത് വെച്ച് ചെയ്യും. കാരണം അതിന് പൈസ കിട്ടൂല. നമ്മൾ പുറത്ത് വെച്ചെടുക്കുമ്പോഴേ പൈസ കിട്ടുള്ളൂ. അത് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. ആരെങ്കിലും തയ്ക്കാൻ കൊണ്ടുവന്നാൽ അന്ന് രാത്രി ഇരുന്ന് ഞാൻ തയ്ച്ച് തീർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് തയ്ച്ചു കൊടുക്കണമെന്നില്ല. ഇപ്പൊ തയ്യക്കൂലിയൊക്കെ എത്ര രൂപയാണെന്ന് നമുക്കറിയാം. ഒരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ തന്നെ എത്ര രൂപയാവും അറിയാം. തയ്യൽ അറിയണമെന്നില്ല. ഇത് തയ്ക്കാൻ നമ്മൾ മെഷീനിൽ തയ്ക്കാൻ അറിയണമെന്നില്ല. നമുക്ക് കൈത്തയ്യൽ തന്നെ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. ഇത് പഠിക്കുന്നതിൽ സ്വന്തമായിട്ട് നമുക്ക് നല്ല നല്ല ഡ്രസ്സുകൾ ചെയ്തിടാം. ഇപ്പൊ ഞാൻ മുമ്പ് ഒരാളെ കാണുമ്പോൾ തലകെട്ടിയിരുന്നതും മുഖത്തുള്ള മേക്കപ്പ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ആരെ കണ്ടാലും ആദ്യം ഡ്രസ്സിലോട്ടാണ് നോക്കണം. അതുപോലത്തെ ഡ്രസ്സ് ചെയ്തിടണം, അങ്ങനെയാണ് നോക്കണേ. നമുക്ക് സ്വന്തമായിട്ട് നല്ല ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് നല്ല ഉപകാരപ്പെട്ട എന്നെ പോലെ ഒരാള്, ഞാൻ ഭയങ്കര എന്നാൽ എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും അറിഞ്ഞൂടെ. എനിക്ക് അറിയാവുന്ന കാര്യം പോലെ എനിക്ക് ഇത്ര ആൾക്കാരുടെ മുമ്പിലൊന്നും കുറച്ച് ആൾക്കാർ, ഞാൻ സെമിനാറിൽ സീരിയൽ ടീച്ചർ അറിയാൻ കുറച്ചാണ് നിൽക്കണേ. എൻ്റെ ഇവിടെ ഇങ്ങോട്ടൊന്നും വരില്ല. അപ്പം എനിക്ക് ഉപകാരപ്പെട്ട കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത് ചെയ്യണമെങ്കിലോ ഞാൻ പറയും നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. എനിക്ക് ആരും തന്നില്ലേലും നിങ്ങളെല്ലാവരും ചെറുതായിട്ട് നമുക്ക് ചെയ്തിടുമ്പോൾ എല്ലാവരും നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്തു എല്ലാവരും ചോദിച്ചു എന്നൊരു തോട്ട് വരും. അപ്പം